സ്കൂക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പനീറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന അതേപോലത്തെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പനീർ എങ്ങനെ വീട്ടിലുണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം. പനീർ ഉണ്ടാക്കാൻ ഞാനിവിടെ 1.5 ലിറ്റർ ഫുൾ ക്രീം പാലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുമ്പോഴും നല്ല ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ പശുവും പാലിന് പകരം നിങ്ങൾക്ക് ബഫല്ലോ മിൽക്ക്, അതായത് എരുമപ്പാലാണെങ്കിലും ഉപയോഗിക്കാം. കൊഴുപ്പ് കുറഞ്ഞ പാലുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പനീറിൻ്റെ ക്വാണ്ടിറ്റിയിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. പാല് പിരിപ്പിച്ചിട്ടാണ് നമ്മൾ പനീർ ഉണ്ടാക്കുന്നത്. അപ്പോൾ പനീർ ഉണ്ടാക്കാൻ നമുക്ക് ആകെ കൂടെ 2 ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമുള്ളൂ. ഒന്ന് പാലും, രണ്ടാമത് പാല് പിരിയാൻ ആവശ്യത്തിനുള്ള നാരങ്ങ നീരോ അല്ലെങ്കിൽ വിനീഗറോ, അതും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവാറുള്ള ചെറിയ പുളിപ്പുള്ള തൈരാണെങ്കിലും മതി. ഞാനിവിടെ നാരങ്ങ നീരാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പാല് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. അതിനുശേഷം നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ പാല് ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെച്ച് കൊടുത്ത് നമുക്കിതിലേക്ക് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഈ പാല് നല്ലോണം തിളച്ച് പൊന്തി വരേണ്ട കാര്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് തിളവന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ മൊത്തത്തിൽ 4 ടേബിൾ സ്പൂൺ നാരങ്ങ നീരാണ് എടുത്തിട്ടുള്ളത്. അതിൽ ആദ്യം തന്നെ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന് കറക്റ്റായിട്ട് ഒരു അളവ് പറയാൻ പറ്റില്ല. നമ്മൾ എടുക്കുന്ന പാലിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് ചിലപ്പോൾ കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ കുറച്ച് ചേർത്ത് കൊടുക്കുമ്പോഴേക്കും പെട്ടെന്ന് പിരിഞ്ഞു കിട്ടും. അപ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു തവി കൊണ്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് ഫാസ്റ്റായിട്ട് ഇളക്കി കൊടുക്കരുത്. അങ്ങനെ ചെയ്താൽ പനീർ ഒരുപാട് പൊടിഞ്ഞ പോലെയാവും. അപ്പോൾ അങ്ങനെയല്ല നമുക്ക് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് പിരിയുന്നില്ലെങ്കിൽ മാത്രം വീണ്ടും നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടി നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് പിരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ പാല് നന്നായി പിരിഞ്ഞിട്ടുണ്ട്. നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പനീർ കണ്ടില്ലേ, നല്ല കട്ടയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പാലിൻ്റെ കളറൊക്കെ മാറി ഇപ്പോൾ ഇതൊരു ലൈറ്റ് ഗ്രീൻ വെള്ളമായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഉടനെ തന്നെ നമുക്ക് ഈ പനീർ അരിച്ച് മാറ്റണം. ഈ വെള്ളത്തിൽ തന്നെ കിടക്കാൻ അനുവദിച്ചാൽ ഇത് ഒരുപാട് അങ്ങോട്ട് കുക്കായിട്ട് ഒന്നുകൂടി ഒന്ന് ഹാർഡായി മാറും. അപ്പോൾ അത് ഒഴിവാക്കാൻ നമുക്ക് ഉടനെ തന്നെ ഇത് സ്ട്രെയിൻ ചെയ്ത് മാറ്റാം. അപ്പോൾ അതിനായിട്ടൊരു പാത്രത്തിലേക്ക് ഞാൻ സ്ട്രെയിനർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സ്ട്രെയിനറിൻ്റെ മേലെ ഒരു തുണിയും കൂടി വിരിച്ചു കൊടുക്കുന്നുണ്ട്. ഏത് തരം തുണി വേണമെങ്കിലും എടുക്കാം. തോർത്തുമുണ്ടോ ഡബിൾ മുണ്ടിൻ്റെ കഷ്ണമോ അങ്ങനെ എന്ത് വേണമെങ്കിലും. നല്ല നീറ്റായിട്ടുള്ള വെള്ളം കടന്നു പോകാൻ രീതിയിലുള്ള ഒരു തുണി എടുത്താൽ മതി. ഇനി അതിലൂടെ ഈ പനീർ നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഒരുപാട് വലിയ തുണി എടുക്കുകയാണെങ്കിൽ ഇത് പിഴിയാനും ഒന്ന് ഹാൻഡിൽ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് കാരണം അത്യാവശ്യം വലുപ്പമുള്ള തുണി മാത്രം എടുത്താൽ മതി. ഇനി ഈ പനീറിൻ്റെ മീതെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കാം. നമ്മൾ പാല് പിരിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന നാരങ്ങ നീരിൻ്റെ പുളിപ്പ് രസം ഈ പനീറിലേക്ക് ചിലപ്പോൾ പിടിച്ചിട്ടുണ്ടാവും. ആ പുളിപ്പ് രസം കളയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 2-3 പ്രാവശ്യം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നത്. സാധാരണ പച്ചവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. തണുത്ത വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഈ പനീർ അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് താഴെ കിട്ടുന്ന വെള്ളം, അതിനെ വേ എന്നാണ് പറയുന്നത്. അത് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് അത് കളയേണ്ട കാര്യമില്ല. നമുക്ക് കറി ഉണ്ടാക്കാനോ സൂപ്പ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കാനൊക്കെ ആ വെള്ളം നമുക്ക് ഉപയോഗിക്കാം. ഇനി ഈ പനീറിൻ്റെ വെള്ളമൊക്കെ നമുക്കൊന്ന് പിഴിഞ്ഞ് കളയണം. ഇതിലൊട്ടും തന്നെ വെള്ളം പാടില്ല. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നാലും ഈ പനീറിൽ കുറച്ച് വെള്ളം ബാക്കിയുണ്ടാവും. നമുക്കിതിൽ ഒട്ടും തന്നെ വെള്ളം പാടില്ല. അപ്പോൾ അതിനായിട്ടൊരു പ്ലേറ്റിലേക്ക് ഞാൻ ഈ പനീർ വെച്ച് കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മീതെ ഞാനൊരു വെയിറ്റും വെച്ച് കൊടുക്കും. വെയിറ്റ് വെച്ച് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വെയിറ്റ് ഇങ്ങനെ അമർന്നിരിക്കുമ്പോൾ ഈ പനീറിലുള്ള എക്സസ് ആയിട്ടുള്ള വെള്ളമൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും. അതുമാത്രമല്ല പനീറിൻ്റെ ഒരു ബ്ലോക്കായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ വെയിറ്റിനായിട്ട് ഞാനിവിടെ ഒരു ചപ്പാത്തി കല്ലാണ് ഇതിൻ്റെ മീതെ വെച്ച് കൊടുക്കുന്നത്.
നിങ്ങൾക്ക് എന്ത് വെയിറ്റ് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. ഒന്നുമില്ലെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുത്താൽ ആ പാത്രം ഇതിൻ്റെ മീതെ വെച്ച് കൊടുത്താലും മതി. ഇനി ഇതൊരു അരമണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് കണ്ടില്ലേ, നമ്മുടെ പനീർ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ബ്ലോക്ക് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ പനീർ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള പനീറായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി കടകളിൽ നിന്ന് പൈസ കൊടുത്ത് ആരും പനീർ വാങ്ങേണ്ട കാര്യമില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് കടകളിൽ നിന്ന് കിട്ടുന്ന അതേ പെർഫെക്ഷനോടുകൂടി പനീർ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ ഇതേവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഡീസ് കുക്കിംഗ്.